ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ട്രെയിനിൽ യാത്ര ചെയ്യുന്ന ഒരു അവസരത്തിൽ മാതൃഭൂമി ആഴ്ചപ്പതിപ്പ് കയ്യിൽ ലഭിക്കാനിടയായി. അതില് ചോക്കുപൊടി എന്ന് പറയുന്ന ഒരു പങ്ക്തിയുണ്ട്. സ്കൂളിൽ പഠിപ്പിക്കുന്ന അധ്യാപകർ അവരുടെ ജീവിത അനുഭവങ്ങൾ എഴുതുന്ന ഒരു കോളമാണത്. അപ്പൊ അതിനകത്ത് ഒരു മാഷ് തന്റെ അനുഭവം എഴുതിയിരിക്കുക. എന്താണ് അനുഭവം എന്ന് വെച്ച് കഴിഞ്ഞാല്, ആ വർഷം അദ്ദേഹം പഠിപ്പിച്ച ക്ലാസ്സിൽ ഒരു പെൺകുട്ടി ഒഴികെ ബാക്കി എല്ലാവരും വിജയിച്ചു. പരീക്ഷയുടെ റിസൾട്ട് സ്കൂളിൽ പ്രസിദ്ധീകരിച്ചു. സ്കൂളിൽ റിസൾട്ട് പ്രസിദ്ധീകരിച്ചതിന്റെ തൊട്ടടുത്ത ദിവസം അതിരാവിലെ പ്രധാന അധ്യാപകൻ ഈ മാഷിനെ വിളിച്ചു പറയുകയാണ്, മാഷ ക്ലാസ്സില് ആ പരീക്ഷ എഴുതി പരാജയപ്പെട്ട കുട്ടിയുണ്ടല്ലോ, ആ പെൺകുട്ടി ആത്മഹത്യ ചെയ്തു. പ്രധാന അധ്യാപകൻ വിളിച്ചത് ഈ വാർത്ത അറിയിക്കാൻ മാത്രമല്ല, അദ്ദേഹം ഈ മാഷിനോട് പറഞ്ഞു, അധ്യാപകനോട് പറഞ്ഞു, സാറ് ആ വീട്ടിലേക്ക് പോകരുത്, കാരണം ആളുകളുടെ ഇടയിൽ അമർഷമുണ്ടാകാൻ സാധ്യതയുണ്ട്, അതൊരു പക്ഷെ മാഷിന് ബുദ്ധിമുട്ടാകും, മാഷ് അങ്ങോട്ട് പോകാതിരിക്കുകയാണ് നല്ലത്. എന്നാൽ ആ മാഷ് അദ്ദേഹം രാവിലെ എഴുന്നേറ്റ്, താൻ പഠിപ്പിച്ച വിദ്യാർത്ഥിനിയാണല്ലോ, ആ ചേതനയറ്റ ശരീരം ഒന്ന് കാണാൻ ആഗ്രഹിച്ചുകൊണ്ട് ആ മനുഷ്യൻ ആ കുട്ടിയുടെ അടുത്തേക്ക് പോവുകയാണ്. ആ പെൺകുട്ടിയുടെ അനിയൻ അതേ ക്ലാസ്സിൽ തന്നെയാണ് പഠിച്ചിരുന്നത്, അവൻ പരീക്ഷയ്ക്ക് വിജയിച്ചിട്ടുമുണ്ട്. മാഷ വീട്ടിലേക്ക് കടന്നു ചെല്ലുമ്പോൾ ആ മരണ വീട്ടിന്റെ അവിടെ കൂടിയിരിക്കുന്ന ജനങ്ങളൊക്കെ അടക്കം പറയുന്നത് അയാൾ കേൾക്കുന്നുണ്ട്, ഈ മാഷാണ് ആ കുട്ടിയെ തോൽപ്പിച്ചത് എന്നൊക്കെ. എന്തുമാകട്ടെ, മാഷ് മുന്നോട്ട് നടന്നു. തന്റെ വിദ്യാർത്ഥിനിയുടെ ചേതനയേറ്റ ശരീരത്തിന്റെ മുൻപിൽ അല്പസമയം ധ്യാനാത്മകമായിട്ട് വേദനയോടെ ആ മനുഷ്യൻ നിന്നു. അതിനുശേഷം തിരിച്ചു നടക്കുമ്പോ പെട്ടെന്ന് അദ്ദേഹത്തിന്റെ തോളിൽ വന്ന് ഒരു കരം പതിക്കുകയാണ്. മാഷ് തിരിഞ്ഞു നോക്കിയപ്പോ നിറ കണ്ണുകളോടെ ആ മരിച്ചു കിടക്കുന്ന പെൺകുട്ടിയുടെ സഹോദരൻ പുറകിൽ നിൽക്കുകയാണ്. മാഷ് അവന്റെ കണ്ണുകളിലേക്ക് നോക്കി, മുഖത്തേക്ക് നോക്കി. അവൻ മാഷിനോട് പറഞ്ഞു, ഞാനൊന്ന് തോറ്റു കൊടുത്താൽ മതിയായിരുന്നല്ലേ സാറേ, ഞാനൊന്ന് തോറ്റു കൊടുത്താൽ മതിയായിരുന്നല്ലോ സാറേ. ശരിയാണ്, അവൻ തോറ്റിരുന്നെങ്കിൽ ആ പെൺകുട്ടി ആത്മഹത്യ ചെയ്യില്ലായിരുന്നു. അവൾ എന്തായിരിക്കും വേദനിപ്പിച്ചിട്ടുള്ളത്? ആ ക്ലാസ്സിൽ മറ്റാരും തോറ്റിട്ടില്ല. ഇനി അവളുടെ സഹോദരനെങ്കിലും തോറ്റിരുന്നുവെങ്കിൽ അവൾക്ക് വലിയ മാനഹാനി, ബുദ്ധിമുട്ടൊന്നും ഉണ്ടാകുമായിരുന്നില്ല. ഇത് താൻ മാത്രമാണ് തോറ്റത് എന്നുള്ള വേദനയിലാണ് അവൾ ആത്മഹത്യ ചെയ്തത്. അപ്പൊ അനിയൻ പറയുക, ഞാൻ കൂടി ഒന്ന് തോറ്റു കൊടുത്താൽ മതിയായിരുന്നല്ലേ സാറേ. പ്രിയപ്പെട്ടവരെ, ട്രെയിനിലിരുന്ന് ഈ ലേഖനം വായിച്ചപ്പോ, ഈ ഭാഗം വായിച്ചപ്പോ ഞാൻ പെട്ടെന്ന് എൻ്റെ സഹോദരനെ കുറിച്ച് ചിന്തിക്കുകയായിരുന്നു. എൻ്റെ ജ്യേഷ്ഠ സഹോദരൻ, അവനും പഠിക്കാൻ അല്പം പുറകോട്ടായിരുന്നു. അവനും പരീക്ഷയിൽ തോറ്റ്, ഞാനും അവനൊക്കെ ഒരേ ക്ലാസ്സിൽ തന്നെയാണ്. അവൻ എൻ്റെ ജ്യേഷ്ഠനാണെങ്കിൽ പോലും അവനും ഞാനുമൊക്കെ ഒരേ ക്ലാസ്സിലാണ് പഠിച്ചുകൊണ്ടിരുന്നത്. പക്ഷെ ഓരോ തവണയും ക്ലാസ്സിൽ നല്ല മാർക്ക് മേടിച്ച് ഞാൻ ജയിക്കുമ്പോഴും അവൻ തോൽക്കുമ്പോഴും വീട്ടിൽ മാതാപിതാക്കൾ അവനെ കളിയാക്കുകയും കുറ്റപ്പെടുത്തുകയും ചില ഘട്ടങ്ങളിൽ എന്നെ നോക്കിയിട്ട് അവനെ കണ്ടു പഠിക്കുക എന്നൊക്കെ അവൻ ഉപദേശിക്കുകയും ചെയ്യുമായിരുന്നു. ആ ഘട്ടങ്ങളിലൊക്കെ അറിയാതെ തന്നെ ഇവൻ എൻ്റെ ശത്രുവായിട്ട് മാറുന്നുണ്ട് എന്നുള്ളത് അന്നേരമൊന്നും ഞാൻ അറിഞ്ഞിരുന്നില്ല. പിന്നീടാണ് ഞാനത് അറിഞ്ഞത്. എന്നോട് വലിയൊരു പകയുണ്ടായിരുന്നു അവൻ്റെ മനസ്സിൽ. പിന്നീട് ഞാൻ വൈദികനാകാൻ സെമിനാരിയിൽ ചേർന്നതിന് ശേഷമൊക്കെ ഒരു ധ്യാനത്തിൽ സംബന്ധിച്ച് ആ പകയെല്ലാം, വെറുപ്പെല്ലാം മാറ്റി സ്നേഹത്തോടെ എന്നെ ആലിംഗനം ചെയ്ത എൻ്റെ ജ്യേഷ്ഠനെ ഞാൻ ചിന്തിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, പലപ്പോഴും നമ്മൾ തോറ്റുകൊടുക്കാത്തത് കൊണ്ട്, നമ്മൾ വിട്ടുകൊടുക്കാത്തത് കൊണ്ട് എത്രയോ പേരാണ് വലിയ നഷ്ടങ്ങൾ സഹിക്കുന്നത്. ഞാൻ എൻ്റെ ജ്യേഷ്ഠൻ്റെ ഒരു ഫോട്ടോ ഫ്രെയിം ചെയ്തത് മാത്രമാണ് എൻ്റെ കയ്യിൽ എപ്പോഴും ഞാൻ എൻ്റെ മേശപ്പുറത്ത് വെക്കുന്നത്. അത് എന്നെ ഓർമ്മപ്പെടുത്താനാണ്. ഒരു വൈദികരെന്ന നിലയിൽ നിന്റെ മുമ്പിൽ വരുന്ന പലരോടും ഒരു പക്ഷെ പല ഘട്ടങ്ങളിലായിട്ട് ആശയപരമായിട്ടോ മറ്റു പല രീതിയിലുമൊക്കെ തോറ്റുകൊടുക്കേണ്ടി വരുമ്പോൾ തോറ്റുകൊടുക്കുക. അങ്ങനെ തോറ്റുകൊടുക്കുന്നതിലൂടെ നിനക്ക് ഒരാളെ നേടാൻ പറ്റും. അവനെ മരണത്തിൽ നിന്ന് രക്ഷിക്കാനായിട്ട് നമുക്ക് സാധിക്കും. കുടുംബ ബന്ധങ്ങളിലേക്ക് നോക്കിക്കോളൂ. ഭാര്യയുടെ മുമ്പിൽ തോറ്റുകൊടുക്കാൻ മനസ്സില്ലാത്ത ഭർത്താവ്, ഭർത്താവിനോട് തോറ്റുകൊടുക്കാൻ മനസ്സില്ലാത്ത ഭാര്യ,
മക്കളോട് തോറ്റു കൊടുക്കാൻ മനസ്സില്ലാത്ത മാതാപിതാക്കളും, മാതാപിതാക്കളോട് തോറ്റു കൊടുക്കാൻ മനസ്സില്ലാത്ത മക്കളും. അങ്ങനെ എല്ലാവർക്കും ജയിക്കണം, ജയിച്ചേ മതിയാകും. ആരും തോൽക്കാൻ തയ്യാറല്ല. അങ്ങനെ തോൽക്കാൻ തയ്യാറല്ലാത്തവരോട് ഞാൻ ഈ അനുഭവത്തിന്റെ വെളിച്ചത്തിൽ പറയുകയാണ്, നമ്മളിനി ഒന്ന് തോറ്റു കൊടുക്കാമെന്ന് വിചാരിക്കുമ്പോഴേക്കും ഒന്നെങ്കിൽ നമ്മുടെ ജീവിതം അവസാനിക്കും, അല്ലെങ്കിൽ അവർ നമുക്ക് നഷ്ടപ്പെടാം, ജീവിതത്തിലേ നഷ്ടപ്പെട്ടു പോകും, അല്ലെങ്കിൽ ആ ബന്ധം അടുത്തേക്ക് വരാൻ പറ്റാത്ത വിധത്തില് ഒത്തിരി അകന്നു പോയിട്ടുണ്ടാകാം. പ്രിയപ്പെട്ടവർ, ഈ നോമ്പ് കാലത്തിലൊന്ന് ആലോചിച്ച് നോക്കും. ആരോടെങ്കിലുമൊക്കെ തോറ്റു കൊടുക്കാനുണ്ടാകും. വർഷങ്ങൾ നീണ്ട പിണക്കങ്ങൾ, വർഷങ്ങൾ നീണ്ട ഇത്തരത്തിലുള്ള പരിഭവങ്ങൾ. അവിടേക്കൊന്ന് തോറ്റു കൊടുക്കുക. ആ കുട്ടി പറഞ്ഞില്ലേ, ഞാനൊന്ന് തോറ്റു കൊടുത്താൽ മതിയായിരുന്നല്ലേ സാറേ. വേദനയോട് അവനത് പറഞ്ഞത്. അവൻ തോറ്റിരുന്നെങ്കിൽ ഒരിക്കലും അവൾ ആത്മഹത്യ ചെയ്യില്ലായിരുന്നു. അപ്പൊ അതുകൊണ്ട് നമ്മൾ തോറ്റു കൊടുക്കാത്തത് കൊണ്ട് ജീവനും ജീവിതവും നഷ്ടപ്പെടുന്നവര് നമ്മുടെയൊക്കെ വീടുകളിലും നമ്മുടെയൊക്കെ ചുറ്റുവട്ടങ്ങളിലും കയ്യകലത്തും കൺവട്ടത്തും ഉണ്ട് എന്നുള്ളത് പ്രിയപ്പെട്ടവരെ നമ്മളെ ഒന്ന് ചിന്തിപ്പിക്കട്ടെ. ഈ നോമ്പ് കാലത്ത് പല രീതിയിലാകാം. ക്ഷമിച്ചുകൊണ്ട് നമുക്ക് തോറ്റുകൊടുക്കാം, പലതും വിട്ടുകൊടുത്തുകൊണ്ട് നമുക്ക് തോറ്റുകൊടുക്കാം. അങ്ങനെ തോൽക്കുന്നവരുടേതും കൂടിയാണ് ജീവിതം, ജയിക്കുന്നവരുടേത് മാത്രമല്ല. അപ്പൊ അതുകൊണ്ട് ഈ നോമ്പ് കാലം ഇത്തരത്തിലുള്ള ചില തോൽവികൾ ബോധപൂർവം ഏറ്റെടുത്തുകൊണ്ട് നമുക്ക് മുന്നേറാനായിട്ട് സാധിക്കട്ടെ. വീണ്ടും ആ കുട്ടിയുടെ വാക്കുകൾ ഞാൻ അനുസ്മരിപ്പിക്കുകയാണ്, ഞാനൊന്ന് തോറ്റുകൊടുത്താൽ മതിയായിരുന്നല്ലേ സാറേ. ഈശോ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.